ട്രംപ് ഇപ്പോൾ കൈവിട്ട കളികൾ കളിക്കുകയാണ്. എല്ലാ കാര്യം കൊണ്ടും കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റി. അപ്പോൾ ആരുടെ തോളെ കയറണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചന നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം അങ്ങ് എഴുതി വെച്ചു. അദ്ദേഹം യേശു ക്രിസ്തു ആണെന്ന്. യേശു ക്രിസ്തുവിനെ ഇതുപോലെ, അതായത് യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിട്ട് ആരാധിക്കുന്ന അവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ദൈവമായിട്ട് പോലും അദ്ദേഹത്തിനെ ആരാധിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ദൈവമായിട്ട് സ്വയം അവരോധിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയെ നമ്മളിവിടെ കാണുന്നു. പല സ്വേച്ഛാധിപതികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് അങ്ങ് തോന്നും അവർ ദൈവമാണെന്ന് തോന്നും. കുറ്റമല്ല, കാരണം അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നു. എന്ത് തോന്നിയ ദിവസം കാണിക്കാം, ആരുടെ മേലും കുതിര കയറാം, എന്ത് വൃത്തികേടുകളും കാണിക്കാം, പിന്നെ ആരെയും അടക്കി ഭരിക്കാം. ഇതൊക്കെ ആവും. പിന്നെ ആളുകൾ അങ്ങ് പാദപൂജ നടത്താനുമൊക്കെ അങ്ങ് നടക്കുകയാണ്. എല്ലാവരും കിളത്തി അങ്ങ് പറയും ഏറ്റവും വലിയ ആളാണ് ഇത് എന്നൊക്കെ അങ്ങ് പറയും. അങ്ങനെ പറയുമ്പോൾ സ്വയം അങ്ങ് ഉയരും. എന്നിട്ട് അവർ സ്വയം ദൈവമായിട്ടങ്ങ് അവരെ അവരോധിക്കുകയാണ്. സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ് എന്ന് നമുക്ക് പറയാം. ഒരാൾ ദൈവമായിട്ട് അവരങ്ങ് മാറുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് സ്വേച്ഛാധിപതികൾ ലോകത്ത് നടത്തുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അവസാനം, അതായത് ഹിറ്റ്ലർ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഇപ്പം ട്രംപ് പറഞ്ഞേക്കുന്നത്. ട്രംപ് പറഞ്ഞത് യേശു ക്രിസ്തു ആണെന്നാണ് അയാൾ. അപ്പോൾ ഇത്രയും ആളുകളെ, അതായത് ഈ ക്രിസ്ത്യാനികളുടെ വർഗത്തെ മുഴുവൻ ആക്ഷേപിക്കല്ലേ, ആ ദൈവത്തിനെ ആക്ഷേപിക്കല്ലേ, ദൈവപുത്രനെ ആക്ഷേപിക്കല്ലേ. ഈ രീതിയിലാണ് അദ്ദേഹത്തെ മുസ്ലിങ്ങൾ ദൈവപുത്രനായിട്ട് ജീസസ് ക്രൈസ്റ്റിനെ കാണുന്നില്ല. ജീസസ് ക്രൈസ്റ്റിനെ മുസ്ലിങ്ങൾ കാണുന്നത്, ജീസസിനെ കാണുന്ന ഒരു പ്രവാചകനായിട്ട് മാത്രമാണ് മുസ്ലിങ്ങൾ കാണുന്നത്. പക്ഷേ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കാണുന്നത് അദ്ദേഹത്തെ ദൈവപുത്രനായിട്ടാണ്. അദ്ദേഹം പ്രവാചകനായിട്ടല്ല കാണുന്നത്, ദൈവപുത്രനായിട്ടാണെന്നും അദ്ദേഹം അവതരിച്ചതാണെന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തെ എല്ലാം ഹനിക്കുന്ന വിധത്തിലാണ് ഇയാൾ സ്വയം പ്രഖ്യാപിത യേശുക്രിസ്തുവായിട്ട് മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പം മാർപ്പാപ്പ ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ പോപ്പിൻ്റെ നേരെയായി ആക്രമണം. പോപ്പിനെ ഒരുപാട് അനാവശ്യ അധിക്ഷേപങ്ങൾ പറയുകയാണ്. ആരും ഇതേപോലുള്ള അധിക്ഷേപങ്ങൾ പോപ്പിനെതിരെ പറഞ്ഞിട്ടില്ല. 2000 വർഷം മുമ്പ് അവരോധിതനായതാണ് അവിടെ പോപ്പ്. ഇപ്പോൾ ഉള്ള പോപ്പാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അമേരിക്കൻ വംശജനാണ്, അമേരിക്കക്കാരനാണ്. അതിന് ട്രംപ് പറഞ്ഞത് എന്തെന്നറിയോ? എൻ്റെ ശത്രുക്കൾ ആണ് ഇയാളെ പിടിച്ച് പോപ്പാക്കിയതെന്ന്. പോപ്പിനെ കുറിച്ച് പറയുന്ന വർത്തമാനമാണ്, ഒന്ന് ആലോചിക്കണം. എൻ്റെ ശത്രുക്കൾ എന്നോട് പ്രതികാരം വീട്ടാനാണ് ഇയാളെ പിടിച്ച് പോപ്പാക്കിയത് എന്ന്. എന്നിട്ട് അദ്ദേഹത്തിന്, പോപ്പിന് വിവരമില്ല, വിവേകമില്ല, ബുദ്ധിയില്ല. അതേപോലെ തന്നെ എന്താ കാര്യം എന്നറിയോ? ഈ യുദ്ധത്തിനെ നമ്മുടെ ബഹുമാന്യനായ പോപ്പ് വെറുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അത് പറഞ്ഞു. യുദ്ധം കൊണ്ടൊന്നും നേടാനില്ല, സമാധാനം കൊണ്ടേ ലോകത്ത് എന്തെങ്കിലും നേടാനുള്ളൂ. ശരിയായ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ദൈവീയമായ വചനങ്ങളാണ് അദ്ദേഹം ഉച്ചരിച്ചത്. അത് ആ രീതിയിൽ കാണുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ തൊള്ളയിലോട്ട് കയറുക എന്നുള്ളതാണ്. ഇപ്പം വേറെ മാർഗമൊന്നുമില്ല, വേറെ ബാക്കി. അപ്പോൾ ഇറാനെ, അതായത് എന്നിട്ടെന്താ, ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കണമെന്നാണ് പോപ്പ് പറയുന്നതെന്ന്. പോപ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കണമെന്ന് പോപ്പ് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ പോപ്പ് പറയാത്ത കാര്യം കൂടെ പോപ്പിൻ്റെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. ഈ പോപ്പ് പറഞ്ഞേക്കുന്നത് അതൊന്നുമല്ല. ഇറാനെ ഇങ്ങനെ ആക്രമിച്ചത് തെറ്റ് എന്നുള്ളത് പോപ്പ് പറഞ്ഞു. ഈ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ഈ ചോര കൈകളിൽ പുരണ്ട അവർക്ക് നീതി കൊടുക്കാൻ പറ്റുന്നതല്ല എന്നും പോപ്പ് പറഞ്ഞു. അത് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ കയ്യിലാണ്. ട്രംപിൻ്റെ കയ്യിൽ ചോരയില്ലേ? 185 പിഞ്ച് പെൺകുഞ്ഞുങ്ങളെ ഒരു സ്കൂളിൽ മിസൈൽ ഇട്ട് ബോംബിട്ട് തകർത്ത് അവരെ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ട്രംപിൻ്റെ കയ്യിൽ പിന്നെ ചോരയല്ലാതെ എന്താ ഉള്ളത്? സ്വർണ്ണമാണോ ഉള്ളത്? അയാളുടെ കയ്യിൽ ചോരയുണ്ട്. ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരാളാണ് അയാൾ. അതേപോലാണ് നേതന്യാഹു. ഈ 2 ഭീകരന്മാരാണ് ഈ യുദ്ധത്തിന് കാരണക്കാർ.
എന്നിട്ട് ഇപ്പോൾ എന്താണ്? നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് പോപ്പ്, ലോകത്തെ. ആ പോപ്പിനെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ രാജാവാണ്. വത്തിക്കാൻ എന്ന് പറയുന്ന, വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണത്. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്, രാജാവാണ് പോപ്പ്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ കാണാനായിട്ടും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ക്രിസ്ത്യാനികൾ അവിടെ തടിച്ചു കൂടും. ക്രിസ്ത്യാനികൾ മാത്രമല്ലാത്തവരും പോകും. ഞാനും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അദ്ദേഹം ജന്നാലിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട്, ഒന്ന് കാണാൻ എത്രയോ ആളുകൾ ലോകത്തിൻ്റെ അവിടുന്ന് തടിച്ചു കൂടുന്ന ജനങ്ങൾ നമുക്ക് കാണാം. അവിടെ എന്തുമാത്രം ജനങ്ങളാണെന്നറിയോ അവിടെ ഒത്തുകൂടുന്നത്? അത് ആ പോപ്പിനെ, പരമാധ്യക്ഷനായ പോപ്പിനെ ഒന്ന് കാണാനാണ്. അദ്ദേഹം ലോകത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. അദ്ദേഹത്തിനെയാണ് ഇതേപോലെ ആക്ഷേപിക്കുന്നത്. വളരെ വലിയ തോന്നിവാസങ്ങളാണ് പോപ്പിനെതിരെ പറഞ്ഞേക്കുന്നത്. ആ രീതിയിൽ അങ്ങനങ്ങോട്ട് ആക്രമണമാണ്. ഇനി പോപ്പ് വെനസ്വേലയിലെ അധിനിവേശത്തെ പോപ്പ് വിമർശിച്ചു. അതും ശരിയായ കാര്യമല്ലേ പോപ്പ് പറഞ്ഞത്? അപ്പോൾ അതിനെതിരെയും ട്രംപ് പറഞ്ഞു, കള്ളക്കടത്തുകാർക്ക്, മയക്കുമരുന്ന് കച്ചവടക്കാർക്കെതിരെ പെരുമാറുമ്പോൾ അയാൾ മഡൂറോ മയക്കുമരുന്ന് കച്ചവടം നടത്തിയെന്നുള്ളതിന് എന്താ തെളിവ് കയ്യിലുള്ളത്? ഒന്നുമില്ല. എന്നിട്ടും അങ്ങ് പറയുക, വിളിച്ചങ്ങ് പുലമ്പുവാണ്. യഥാർത്ഥത്തിൽ ഒരു സൈക്കോപാത്തായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ട്രംപ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതായത് ആദ്യം പോപ്പിനെ തെറി പറയുന്നു, പോപ്പിനെ ഒരുപാട് അധിക്ഷേപിക്കുന്നു. പോപ്പ് ആത്മീയ കാര്യങ്ങൾ നോക്കി അവിടെ ഇരുന്നോണ്ടാൽ മതി, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടരുത്, അതിന് ഞാനുണ്ട്. ലോകത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ആളാണ് ഇയാൾ കേട്ടോ. ഇയാൾ ക്രിസ്ത്യാനിയാണെന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ? അയാൾ പോപ്പിനെ അംഗീകരിക്കാതെ അയാളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റുമോ? ജീസസ് ക്രൈസ്റ്റിനെ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ അയാൾ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ജീസസ് ക്രൈസ്റ്റിനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ് ജീസസ് ക്രൈസ്റ്റ്. ആ യേശു ക്രിസ്തു, യേശു ഞാനാണ് എന്ന് പറഞ്ഞിട്ട് വികലമായി AI ഉപയോഗിച്ച് പടമൊക്കെ വരച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അയാൾ ആർക്കണ്ടൊക്കെ ശുശ്രൂഷ നടത്തി കൊടുക്കുന്നതും പിന്നെ അയാൾക്ക് രോഗശാന്തി വരുത്തുന്നതും ഒക്കെ യേശു ആണെന്നും പറഞ്ഞ് ഇയാൾ പടമൊക്കെ ഇട്ട് ആ വസ്ത്രമൊക്കെ ധരിച്ച് വരച്ചു വെച്ചേക്കാണ്. ഈ കോമാളിത്തരത്തിന് കൂട്ടു നിൽക്കാൻ ആളുകളുണ്ടല്ലോ ദൈവമേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും കുറേ പേരെങ്കിലും കൂട്ടു നിൽക്കുന്നല്ലോ ഇയാൾക്ക്, ഈ കോമാളിത്തരത്തിന്. കോമാളിയാണ്, ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ കോമാളിയാണ് അയാൾ. ഇന്ന് പറയുന്ന കാര്യങ്ങളല്ല നാളെ പറയുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ എന്താ, ഈ ഹോർമൂസ് കടലെടുക്ക് ഇപ്പം ഇയാൾ ഉപരോധിക്കാൻ പോവുകയാണെന്നാണ്. എന്ത് വിവരമില്ലായ്മ പറയുന്നത്? ലോകത്തോട് യുദ്ധം പ്രഖ്യാപിച്ചേക്കാണ് ഇപ്പോൾ അയാൾ. കാരണം ഇറാൻ അനുവദിക്കുന്ന കപ്പലുകളൊന്നും അതിലേ പോകാൻ പാടില്ല, അതിനെല്ലാം തടയുമെന്നാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. ലോകത്തെ ഒരു കപ്പൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഫ്ലാഗ് ഉള്ളതാണ് ആ ഷിപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പതാകയുള്ള, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉള്ള ഈ കപ്പൽ, അത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഓരോ രാജ്യങ്ങളുടെയും വസ്തു അങ്ങനെയാണ് കപ്പലെന്ന് പറയുന്നത്. ആ ഫ്ലാഗുള്ള കപ്പലുകളെല്ലാം ഇയാളെ തടയുമെന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളോട് ഇയാൾ യുദ്ധം പ്രഖ്യാപിച്ചേക്കാണ് ഇപ്പോൾ. അതാണ് എളുപ്പമുള്ള കാര്യമാണോ ഇത് ചെയ്യാൻ പോകുന്നത്? വളരെ ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന നഷ്ടം, സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അത്ര ഭീകരമാണ്. ഈ യുദ്ധത്തിലുണ്ടാക്കിയേക്കുന്നത്, യുദ്ധം മൂലം. എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇത് അമേരിക്കൻ ജനതയുണ്ടല്ലോ, ഇതിൽ ഇടപെടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അവിടെ അതുപോലെ എതിർപ്പിപ്പോൾ ഡെമോക്രാറ്റ്സ് ആയാലും റിപ്പബ്ലിക്കൻസ് പോലും ആയാലും ഇപ്പോൾ ഇയാൾക്കെതിരാണ്. ആ ഇടതും വലതും എല്ലാം ഇയാൾക്കെതിരെന്ന് പറയുന്നത് പോലെ അതാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടതും വലതും ഇയാൾക്കെതിരല്ലേ? കാരണം ഈ ചെയ്തികളോട് ആരെങ്കിലും അതിന് യോജിക്കാൻ തയ്യാറാവുമോ? ഒരിക്കലുമില്ല. പക്ഷെ ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ പോപ്പിനെ ആദ്യം തെറി പറഞ്ഞു, പോപ്പിനെ ഒരുപാട് അധിക്ഷേപിച്ചു. പോപ്പ് പക്ഷേ അതിനൊന്നും മറുപടിയൊന്നും പറയുന്നില്ല കേട്ടോ. ചോര പുരണ്ട കൈകളാണെന്നുള്ളത് പോപ്പ് പറഞ്ഞു, അത് ശരിയാണ്, സത്യവുമാണ്. ഇയാളുടെയും നെതന്യാഹുവിൻ്റെയും കൈകൾ ചോര പുരണ്ടത് തന്നെയാണ്. കാരണം നിർദാക്ഷിണ്യം, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഒരാളെ വേറെ എന്താ പറയുന്നത്? ആരായാലും അവരവിടെ വെറുതെ ഇരുന്നവരാണ്. അവർ പോയി ചൊറിഞ്ഞ് നാശം ഉണ്ടാക്കി. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ
ഇപ്പോൾ ഈ നാശം ഉണ്ടാക്കിയേക്കുന്നത് മുഴുവൻ ആരാണ്? ഇപ്പോൾ തുറന്നു കൊടുക്കണമെന്ന് പറയും. ഇത് അടപ്പിച്ചത് ആരാണ്? ഇയാളും നെതന്യാഹു അല്ലേ ഇത് അടപ്പിച്ചേക്കുന്നത്? വേറെ ആരെങ്കിലും ആണോ? ഒരു പ്രശ്നവുമില്ലാതെ രാജ്യങ്ങളുടെ മുഴുവൻ കപ്പലുകൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതല്ലേ? ഇപ്പോൾ അതിന് തടസ്സം ഉണ്ടാക്കിച്ചത് ഇവരാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു തുറക്കണം. ഇനി ഇനി അതിലെ പോകുന്ന കപ്പലുകളെ, ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ അതിലേ പോകുമ്പോൾ അതിനെ തടയുമെന്നാണ്. തടയാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. ഇറാൻ അതിനൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഇറാൻ ഇതിനെ അയാളെ ആക്ഷേപിച്ചതേ ഉള്ളൂ, പരിഹസിച്ചതേ ഉള്ളൂ. ഇറാൻ പറഞ്ഞു തടയട്ടെ, പടക്കപ്പലുകൾ ഇങ്ങോട്ട് വരട്ടെ, ആ കപ്പലുകൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ മുക്കിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞാൽ ചെയ്യും, നടക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വൻ നാശനഷ്ടം ഇനി അമേരിക്കയ്ക്ക് ഉണ്ടാവും. ഇയാൾ വരുത്തി വെക്കും ഈ നാശങ്ങൾ. കാരണം അയാളുടെ ഒന്നും അല്ലല്ലോ, അയാൾ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷേ അയാളുടെ പണമല്ല ഈ ചിലവാക്കുന്നതൊക്കെ, അമേരിക്കൻ ജനതയുടെ പണമാണ് ഈ ചിലവാക്കുന്നത്. അപ്പോൾ ഈ ലോക പോലീസ് എന്നുള്ള സ്ഥാനം അമേരിക്കയ്ക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇയാൾ കാരണം. ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി വരുന്നിടത്ത് കാണാം. ഇന്നലെ പോപ്പിന് തെറി പറഞ്ഞു, ഇന്നിപ്പോൾ യേശു ക്രിസ്തുവായിട്ട് മാറി. ഇനി യഹോവയായിട്ട് മാറുന്ന കാലം വിദൂരമല്ല.